ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നന്ദുവാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഫോണൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അതിനുശേഷം വീട് പണിയൊക്കെ ഒന്ന് തുടങ്ങി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നത്. പിന്നെ മൈൻഡൊക്കെ ഒരുമാതിരിയായിരുന്നു. അങ്ങനെയൊക്കെ കൂടി ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെച്ചാൽ, ഞങ്ങൾ പെയിൻറ്റ് വർക്കേഴ്സൊക്കെ കൂടി, അത് ഞങ്ങളെ കമ്പനി ഞങ്ങൾ പണിക്ക് പോകുന്ന കമ്പനിയൊക്കെ കൂടി മൈസൂർ ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നൈറ്റാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നൈറ്റല്ല, പുലർച്ചെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും. ഇതാണ് നമ്മളെ വണ്ടി. വെളുപ്പിന് 3 മണിയാകുമ്പോഴത്തേന് വണ്ടി കറക്റ്റ് ടൈമിൽ ചട്ടുപറമ്പ് എത്തി. ആരാധ്യ എന്നാണ് വണ്ടിയുടെ പേര്. നമ്മൾ സുഹൃത്തിൻ്റെ ആയിരുന്നു ഡ്രൈവർ ഉണ്ടായിരുന്നു. ഹിരൺ എന്നാണ് ഡ്രൈവറുടെ പേര്. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി സെറ്റ് ചെയ്ത് അതിൽ തന്നെ വൈബൊക്കെ ആക്കി ഡാൻസൊക്കെ കളിച്ചു. ഒരു 6-6:30 ആകുമ്പോഴത്തേന് ഞങ്ങളിങ്ങനെ ചുരം കയറി തുടങ്ങി. അപ്പോൾ ചുരം കയറി തുടങ്ങിയപ്പോൾ തന്നെ കൂട്ടുകാരന് കുറുക്കൻ്റെ സൗണ്ടൊക്കെ എടുക്കൽ തുടങ്ങി. സെറ്റ് ചെയ്ത് പോയി. അങ്ങനെ ഞങ്ങൾ മുതുമല ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചായ കുടിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് വീണ്ടും ഞങ്ങളെ യാത്ര തുടർന്നു. ഫോറസ്റ്റിക്ക് ഞങ്ങൾ കയറിയ പാടത്തന്നെ ഇടത്തും വലത്തുമായിട്ട് നല്ല മാൻകൂട്ടങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച്, പ്രകൃതി ആസ്വദിച്ച്, നല്ല ഒഴിഞ്ഞ റോഡ് ആസ്വദിച്ച് അങ്ങനെ പോന്നു. അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി സൺഫ്ലവർ കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് നിർത്തി. സൺഫ്ലവറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് തന്നെ കയറി. ഇത് നമ്മൾ മുതലാളിയാണ്. ആ ഫോറസ്റ്റ് കഴിഞ്ഞ പാടത്ത് തന്നെ മൂപ്പര് നല്ല വർക്കായി ഫ്രണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്ഥലമായിട്ടുള്ള മൈസൂരെത്തി. ആ മൈസൂരത്തെ സൂവിലേക്കുള്ള പാർക്കിംഗ് ഏരിയയ്ക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു. പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ സൂവിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി 2 ആൾ പോയി. ടിക്കറ്റ് ആയിട്ട് വന്നത് 1000 രൂപയാണ് വന്നത്, ഒരാൾക്ക് 100 രൂപ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ റൂട്ട് മാപ്പൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു തലക്കന്ന് അവിടെ നടക്കൽ തുടങ്ങി. അങ്ങനെ ഇനിയുള്ള ബാക്കി കാഴ്ചകൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയും. ഒരുപാട് പക്ഷികൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, പിന്നെ ഇതേപോലെ നടക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് വണ്ടി സൗകര്യമുണ്ട്. ഒരു പ്രത്യേക വണ്ടിയുണ്ട്. ഏകദേശം ഒരു 2-3-4 കിലോമീറ്റർ ആയിട്ട് ഉള്ളിലേക്ക് നടക്കാണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഓരോ ജീവിൻ്റെ മുന്നിൽ അതിൻ്റെ പേരും അതിൽ അനക്കപ്പെട്ടെന്നുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ അതിലുണ്ട്. ഫുള്ള് ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചധികം ഏരിയ നമ്മൾ കവർ ചെയ്യാണ്ട്. പിന്നെന്താ വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. മൃഗങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഏതൊരു ജീവജാലമായിക്കോട്ടെ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. അതിൻ്റെ ഒപ്പം തന്നെ പ്രകൃതി, അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങൾ, പിന്നെ മരം കൊണ്ടുള്ള കുറേ ഡിസൈനുകൾ, അങ്ങനെ എല്ലാതും ഫസ്റ്റ് ടൈം കയറായതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാതും ഉണ്ടായിരുന്നു. ആകാംക്ഷയും കാര്യങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഇങ്ങനെ പതുക്കെ എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോയി. ഒരുപാട് സന്തോഷമായി. എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മൈൻഡൊക്കെ നല്ല രീതിയിൽ റീഫ്രഷായി. അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഫസ്റ്റ് ടൈം വരുകൊണ്ടാണോ എനിക്കറിയില്ല, സംഭവം സൂപ്പർ, ഇതുവരെ സൂപ്പറാണ്. ഓക്കെയാണ്. ചിമ്പാൻസിൻ്റെ കൂടാണ്, ചിമ്പാൻസി. ആള് മൊബൈലിൽ നോക്കി എന്നാലും കണ്ടോ, സൂപ്പർ. നല്ല കഴിക്കുന്നുണ്ട് ആള്. കിട്ടി. എന്തേലും ഉണ്ടോ നൈസ? ഒന്നുമില്ലേ? നഷ്ടമായി 100 രൂപ നഷ്ടമായി നമുക്ക്. 100 രൂപ നഷ്ടമായി നമുക്ക്. ഇല്ല, സൂപ്പറല്ലേ? അത് മതി. നമുക്ക് എന്താ പാട് പറയും. മതി, സെറ്റല്ലേ? മുതലാളിൻ്റെ അടിമ ശിഷ്യ. എങ്ങനെ ഉനൈസിനൊക്കെ അല്ലേ കാണ്ടാമൃഗത്തിനെ തൊലിക്കട്ടി, അതാണ് ആയിരിക്കണം. ഇതോ അല്ലേ? അതല്ലേ ഉനൈസ് വെളുത്തത്. ഓക്കെ.
ഞാൻ കൂടുതലായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ പറയാനാണ് നല്ലത്, ഇത് കണ്ടു ആസ്വദിക്കാനാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശദീകരിച്ച് നമ്മളൊന്നും പറയാത്തത്. അപ്പോൾ ഇങ്ങനെ ബാക്കി ഇങ്ങനെ കുറച്ച് ക്ഷീണിച്ചോ? ക്ഷീണിച്ചോ? ഒരുപാട് നല്ല നല്ല മൃഗങ്ങളും ഞാൻ കാണാൻ. നിനക്ക് ക്ഷീണിച്ചോ? ഡോൺ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് തോന്നുന്നു ശരീരം കണ്ടിട്ട്. കമോൺ ഇത് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ സൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി. നാടൻ ഭക്ഷണം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത്. അപ്പോൾ നല്ലതായിട്ട് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നല്ല വലിയൊരു പപ്പടം കിട്ടി. നല്ല വലിയ പപ്പടമായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല രാത്രിയായി. പിന്നെ ഞങ്ങൾ വണ്ടിയിലോട്ട് തന്നെ കയറി കഴിഞ്ഞ് ഞങ്ങൾ ടിപ്പുവിൻ്റെ സ്മാരകമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ടിപ്പുവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ വേറൊരു വൈബായിരുന്നു. അല്ലെ താജ്മഹലിൻ്റെ വേറൊരു കോപ്പിയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ എൻട്രി ഭാഗങ്ങളൊക്കെ കണ്ടിട്ട്. ഞാൻ താജ്മഹൽ ഫോണിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് പോയി കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫീൽ ആയിരുന്നു. അതിൻ്റെ ഓരോ തൂണുകളായിക്കോട്ടെ, പിന്നെ എല്ലാം അതിൻ്റെ ഓരോ വർക്കും നല്ല സൂപ്പറായിരുന്നു. പിന്നെ അവരെ ബാക്കിയുള്ളവരൊക്കെ മറവ് ചെയ്ത സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെ ത്രിവേണി സംഗമം അതൊക്കെയും പോയി കണ്ട്. അവിടെയും എൻട്രി ഫീസായിട്ട് 100 രൂപ കൊടുത്ത് അങ്ങനെ നേരെ വണ്ടിയിലോട്ട് കയറി. അവിടുന്ന് നേരെ ഞങ്ങൾ വൃന്ദാവൻ ഗാർഡനിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ പുഴയിലൊക്കെ നല്ല കുത്തിയൊലിച്ച് വെള്ളം വരുന്നതായി തോന്നി. അപ്പോൾ നമ്മൾ നോക്കും, പിന്നെയാണ് മനസ്സിലായത് ഡാം തുറന്നു വിട്ടാണെന്ന്. നല്ല ഒഴുക്കുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടപ്പോൾ കടലിനൊക്കെ ഒരു ഫീലായിട്ട് തോന്നി. നല്ല വെള്ളം കണ്ടപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗാർഡനിലേക്ക് കയറി. ഞങ്ങൾ മൈസൂർ വന്നിട്ട് വൃന്ദാവനിൽ വന്നതാണ്. അടിപൊളി കാഴ്ച. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണോ എനിക്കറിയില്ല. ഭയങ്കര സമയം ഓരോ കാര്യങ്ങൾ കൊടുക്കുക, ഓരോരോ കാര്യങ്ങൾ ഭയങ്കര സമയം. അതിൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഞങ്ങൾ വന്നിട്ടിപ്പോൾ വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോൾ ഡാമൊക്കെ തുറന്നിട്ടുണ്ട്. അടിപൊളി നല്ല വ്യൂ, നല്ല ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല ഒഴിഞ്ഞ സ്ഥലം കണ്ടു. പിന്നെ കുറച്ച് നോക്കുമ്പോൾ മറ്റേ ജലദേവതയെ പോലെ തന്നെ ഒരു ശില്പവും കാര്യങ്ങളൊക്കെ കണ്ടു ജലത്തിൻ്റെ സെൻറ്ററിൽ. അങ്ങനെ കൂടുതലുള്ള അടുത്തേക്ക് വേഗം മണ്ടി. ഒന്നും പറയാനില്ല, അടിപൊളി. ഒന്നും പറയാൻ വാക്കുകളില്ലാത്ത എന്തുകൊണ്ടാണ് അത് അത്രയുണ്ടോ. അതിമനോഹരമായ ത്രിവേണി പുഴയും അതിലേറെ മനോഹരമായ വൃന്ദാവനം, അതിലേറെ മനോഹരമായ സുൽത്താൻ പാലസ്. ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് ഒന്നും നോക്കിയില്ല. കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് ക്യാമറ ഓണാക്കി കൊണ്ട് നടന്നു. അപ്പോൾ തന്നെയാണ് ബാക്കിൽ ശ്രീകൃഷ്ണൻ്റെ രാധനെ അടിപൊളി വിഗ്രഹം കണ്ടത്. തൊട്ട് വൈകി തന്നെ ഗാന്ധിജിയും പിന്നെ ഇന്ത്യൻ്റെ മാപ്പൊക്കെ കണ്ടു. പിന്നെ ഗാർഡൻ്റെ മേലെ പോയിട്ട് നല്ലൊരു വ്യൂവും കിട്ടി. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോഴാണ്
ആ ഡാമിൻ്റെ മേൽഭാഗത്തെത്തി. നല്ല ഒഴുക്ക് താഴ്ത്തുനിന്ന് കാണിയെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് പേടി തോന്നിയതിൻ്റെ അടുത്ത് നിന്നപ്പോൾ. വൃന്ദാവനിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര വൈബുള്ള പ്രദേശം എന്താ സീൻ സാധനം, സീൻ മസ്റ്റ് വാച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾ കളിക്കാനുള്ള പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്ത് ഒരു റൈഡ് കയറി അടുത്ത റൈഡിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം സെറ്റാണ്, വൈബാണ്. അടുത്ത റൈഡ് കാണുമ്പോൾ എന്താവും ഒരാളില്ല. അപ്പൊ നൈസാണ്. അപ്പോൾ ചെറിയ റൈഡ് കഴിഞ്ഞു. കുട്ടികളായി മാറി ഒരു ഫീലാണ് ഇപ്പോൾ ഞാൻ കിട്ടിയത്. നൈസ് നൈസ്. ഇനി അടുത്ത എന്താ അറിയില്ല, സെറ്റാക്കട്ടെ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയിലത്തെ വൈബാണ് ഇത്. വൃന്ദാവനത്തെ അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഒരു രക്ഷയാണ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നടന്നപ്പോൾ ഉള്ളിലേക്ക് പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ വെള്ളത്തിൻ്റെ അവിടെ നിന്നുള്ള ലൈറ്റും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഞങ്ങൾ സെറ്റ് ആയി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എന്തോ ഒരു വായ ഉണ്ടാക്കുന്ന പേൽപ്പൂരിയോ മസാലപ്പൂരിയോ അങ്ങനത്തെ ഒരു പൂരി കഴിച്ച് എല്ലാവരും കൂടി അത് വാരി തിന്ന് ആകെ സൂപ്പറാക്കി. പിന്നെ എല്ലാവരും വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വണ്ടി കയറി ഞങ്ങൾ റൂം എടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് കയറി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഫോൺ ഏകദേശം സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ എന്താ ചെയ്യുക, പെട്ടെന്ന് റൂമിൽ പോയി ചാർജൊക്കെ ചെയ്ത് കിടന്നു. പിറ്റേ ദിവസം 2-3 സ്ഥലത്തും കൂടി പോകാനുള്ള വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.